അപൂർവങ്ങളിൽ അപൂർവമായി പാരാഗാംഗ്ലിയോമ എന്ന കോശത്തിൽ നിന്ന് ചെവിയിലുണ്ടാകുന്ന ട്യൂമറാണ് ഗ്ലോമസ് ടിംബാനിക്കം. ഉത്തര കേരളത്തിൽ ആദ്യമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ പത്മനാഭന്റെ നേതൃത്വത്തിൽ ഗ്ലോമസ് ടിംബാനിക്കം സർജറി വളരെ വിജയകരമായി പൂർത്തിയാക്കി. നിരന്തരമായി ചെവിയിൽ ശബ്ദമുണ്ടാവുക, കേൾവിക്കുറവ് എന്നൊക്കെയാണ് ഈ ട്യൂമർ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ. നൂതനമായ ടെക്നോളജിയുടെ അഭാവത്തിലും ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് ഭയന്നും പല ഡോക്ടർമാരും ഈ സർജറി ചെയ്യാൻ മുതിരാറില്ല. എന്തുകൊണ്ടെന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകാനും അമിതമായ രക്തസ്രാവം മൂലം ഓപ്പറേഷൻ തന്നെ പകുതി ചെയ്തിട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ പോലും വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ അടിയന്തര ഘട്ടം വന്നാൽ ഏത് സാഹചര്യവും നേരിടാൻ ന്യൂറോ സർജൻ, ഹെഡ് ആൻഡ് നെക്ക് സർജൻ എന്നിങ്ങനെ ഒരു വലിയ സംഘം ഡോക്ടർമാരുടെ ടീം തന്നെ സജ്ജരായിരുന്നു. ഡോക്ടർ പത്മനാഭന്റെയും ടീമിന്റെയും വൈദഗ്ധ്യം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെവിയിൽ കൂടെ തന്നെ വിജയകരമായി ശസ്ത്രക്രിയ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ അപൂർവമായ നേട്ടം. പാരാഗാംഗ്ലിയോമ എന്ന കോശങ്ങളിൽ നിന്ന് ചെവിയുടെ ഉള്ളിൽ അപൂർവമായി ഏതാണ്ട് 1,00,000 ആൾക്കാരിൽ ഒരാൾക്ക്, അതും മധ്യവയസ്കയായ സ്ത്രീകളിൽ കണ്ടുവരുന്ന ട്യൂമറാണ് ഗ്ലോമസ് ടിംബാനിക്കം. നിരന്തരമായി ചെവിയിൽ ശബ്ദമുണ്ടാവുക, കേൾവിക്കുറവ് എന്നൊക്കെയാണ് ഈ ട്യൂമർ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ. പലരും ഇതിൻ്റെ ചികിത്സയായ സർജറിയിലേക്ക് മുതിരാറില്ല. എന്തുകൊണ്ടെന്നാൽ നൂതനമായ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ആവശ്യമുണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകാം. പല പ്രാവശ്യം ഞരമ്പുകൾക്ക് കേട് സംഭവിക്കാം. ഓപ്പറേഷൻ തന്നെ പകുതി ചെയ്തിട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ പോലും വരാറുണ്ട്. നൂതനമായ സാങ്കേതിക വിദ്യയുടെ ലഭ്യത ഉള്ളതുകൊണ്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ENT ആൻഡ് അനസ്തീസിയ ടീം ഉള്ളതുകൊണ്ടും ഇന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആദ്യമായി കണ്ണൂരിൽ ഗ്ലോമസ് ടിംബാനിക്കം സർജറി വിജയകരമായി പൂർത്തീകരിച്ചു.